Ladies and gentlemen, this is Adarsh and welcome to my Conady. So, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു ഹൊറർ ത്രില്ലർ, ഒരു ഇന്ത്യൻ ഹൊറർ ത്രില്ലർ 2025 റിലീസ് ചെയ്ത സിനിമ. സോ അതിനു മുമ്പ് കുറെ പേര് ചോദിക്കണ്ടായിരുന്നു കളങ്കാവൽ, മമ്മൂക്കയുടെ കളങ്കാവൽ എന്നാണ് OTT റിലീസ് ചെയ്യാന്ന്. സോ ജാനുവരി 16 സോണി ലിവിലാണ് സ്ട്രീം ചെയ്യുന്നത്. സോ OTT പ്ലാറ്റ്ഫോംസിലെ ഏറ്റവും മാന്യന്മാര് സോണി ലിവ് ആട്ടോ. 16-ാം തീയതി പറഞ്ഞാൽ 15-ാം തീയതി ഉച്ചയ്ക്ക് സാധനം കിട്ടും. സോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. സോ കളങ്കാവൽ കാണാത്തവരാണെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി വാച്ച് ദഹാദ്. ഇടയ്ക്കിടയ്ക്ക് സൊനാക്ഷി സിൻഹയുടെ ദഹാദിനെ പൊക്കിയടിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സൊനാക്ഷി സിൻഹയുടെ ഒരു ഹൊറർ ത്രില്ലറിനെ പറ്റിയിട്ടാണ്. സോ കളങ്കാവൽ സിനിമയ്ക്ക് മിസ്സായ ഒരു കാര്യം ഡീറ്റെയിലിംഗ് ആണ്. മമ്മൂട്ടിയുടെ പെർഫോമൻസ് ദാറ്റ് വാസ് ഔട്ട്സ്റ്റാൻഡിങ്, ഓക്കെ ഫൈൻ. പക്ഷെ ദഹാദില് കിട്ടുമായിട്ട് അവർ ഡീറ്റെയിലിംഗ് തരുന്നുണ്ട്. കാരണം സീരീസ് ആണ്, ഓരോ കില്ലിങ്സിനും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. സോ കളങ്കാവൽ കാണാത്തവര് ദഹാദ് എന്തായാലും കണ്ടുനോക്കുക. ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. സോ ഈ ദഹാദ് ഇറങ്ങിയതിനു ശേഷം സൊനാക്ഷിയുടെ ഏത് ചവറ ഇറങ്ങിയാലും ഞാൻ കാണും. കാരണം അത് അത്ര കിഡൂസാണ്. സോ ഒരു ഹൊറർ ത്രില്ലർ വന്നിട്ടുണ്ട്. നിക്കിത റോയ് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് സ്ട്രീം ചെയ്യുന്നത്. പറയാം എങ്ങനെയുണ്ട് പറയാം. ഹൊറർ നോമിന്റെ ഫേവറേറ്റ് ജോണർ ആണല്ലോ. സോ ഇതില് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ആൾ ദൈവം ഉണ്ട്. ആ ആൾ ദൈവത്തിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന അർജുൻ റാംപാലാണ് നമ്മുടെ സൊനാക്ഷിയുടെ ബ്രദർ. സോ ആൾ ദൈവം പറയാണ്, നീ എന്നെ വിശ്വസിച്ചില്ലെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ നീ തട്ടിപ്പോവും. ആ 3 ദിവസത്തിനുള്ളിൽ ഒരു പ്രേതം വന്ന് അണ്ണനെ കൊന്നു. ഇത് സത്യമാണോ നുണയാണോ ഇത് അന്വേഷിക്കാൻ വരുന്ന സൊനാക്ഷിയുടെ കഥയാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. 1 മണിക്കൂർ 50 മിനിറ്റ് ആണ് ഈ സിനിമയുടെ ഡ്യൂറേഷൻ. സോ അറിയാലോ ഹൊറർ ത്രില്ലർ ആണ്. സോ ഒരു കില്ലർ ഉണ്ടാവും. ഈ സിനിമയുടെ കില്ലർ ഇതിന്റെ ഡയറക്ടർ ആൻഡ് ഇതിലത്തെ വിക്ടിം നമ്മൾ ഈ സിനിമ കാണുന്ന ഓഡിയൻസ്. കിഡു കൺസെപ്റ്റ് ആയിരുന്നു, ലിറ്ററലി കിഡു കൺസെപ്റ്റ് ആയിരുന്നു എടുത്തു വെച്ചിരിക്കുന്നത് രാജാപ്പാട്ട് സെറ്റപ്പ്. സോ ഇവർക്കൊരു റാഷണലിസ്റ്റ് സൊസൈറ്റി അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ട്. 4 കമ്പ്യൂട്ടറും 4 ബെഞ്ചും ഇട്ട റാഷണലിസ്റ്റ് സൊസൈറ്റി ആവും അറിയാണ്ട് ചോദിക്കുകയാണ്. ആൻഡ് പ്രേതം, വാവ്, ഇത്രയും കിടുവായിട്ടൊരു പ്രേതത്തിനെ ഞാൻ കണ്ടിട്ടില്ല. ലുട്ടാപ്പിയുടെ കോസ്റ്റ്യൂമിൽ വരുന്ന പ്രേതം, ഇതെന്താ കളിക്കുടിക്കുക, ചോപ്പും ഇട്ടിട്ട് എങ്ങിട്ട് ഫാഷൻ ഷോക്കാ. അയ്യേ സൊനാക്ഷി പിന്നെ ഏത് നേരം വന്നിട്ട് ഐ വാണ്ട് സപ്പോർട്ട്, വാ ഇവിടെ വാ, ഒരു ലോഡ് സപ്പോർട്ട് ഉണ്ട്, വന്ന് വലിച്ചിട്ട് പോയിക്കോ. സൊനാക്ഷിക്ക് ഒരു കാമുകനുണ്ട്, നിക്കി എന്നൊക്കെ പറഞ്ഞിട്ട് വെറുപ്പിക്കുന്നതിന് ഒരു പരിധിയില്ലടാ. 1 മണിക്കൂർ 50 മിനിറ്റിന്റെ സിനിമ 3 ദിവസം എടുത്തു കണ്ടു തീർക്കാൻ. കുറച്ച് കണ്ടു ഉറങ്ങി, വീണ്ടും കുറച്ച് കണ്ടു ഉറങ്ങി, പിന്നെ കണ്ടു തീർത്തു. എങ്ങനെയൊക്കെ നമ്മൾ ഇതിന്റെ പ്ലോട്ട് നൈസാണ്. പക്ഷെ പടം പോണത് എങ്ങനെയാ? നോ ത്രിൽസ്, നോ ചിൽസ്, നോ ജംപ് സ്കെയർസ്. അതിന്റെ അവസാനം ഒരു ട്വിസ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് നിങ്ങൾ എന്തോ ചെയ്യ്, കൊലപാതകയെ പിടിക്ക്, അവന് സദ്യ കൊടുക്ക്, ബിരിയാണി കൊടുക്ക്, എന്തോ ചെയ്യ്, നമുക്ക് തേങ്ങയാണ്. ആ ഒരു രീതിയിലോട്ട് പോകും. ലാസ്റ്റ് സൊനാക്ഷിയുടെ വക ഒരു മാസൊക്കെ ഉണ്ട്, എന്റെ പൊന്നോ. സോ പരേഷ് റാവലാണ് ഇതില് മറ്റേ ആ ഒരു ആൾദൈവമായിട്ടൊക്കെ അഭിനയിച്ചിട്ടുള്ളത്. അങ്ങേര് മാത്രം നൈസായിരുന്നു, ബാക്കി എല്ലാം ചവറ്. സൊനാക്ഷിയൊക്കെ ഭയങ്കര ബോറിംഗ് ആയിരുന്നു. സോ ജിയോ ഹോട്ട്സ്റ്റാർ അവൈലബിൾ ആണ്. ഹിന്ദി ഭാഷ മാത്രമേ ഉള്ളൂ. ഇതിനൊന്നും ഒരിക്കലും ഒരു ഹൊറർ ത്രില്ലർ എന്നല്ല പറയേണ്ടത്. ഇതിനൊക്കെ സീരിയൽ എന്നാണ് ഈ സിനിമയൊക്കെ വിളിക്കേണ്ടത്. എന്തിന് ഇങ്ങനത്തെ ഒരു സിനിമ? ഹൊറർ പറയുമ്പോ ഇപ്പൊ പെട്ട സാധനം ഞാൻ ഈ റീസെന്റ് ആയിട്ട് പറഞ്ഞില്ലേ, ഫിയർ, അങ്ങനത്തെ ഒരു ഹൊറർ സീരീസ് ഇറങ്ങിയിട്ടുണ്ട്. കറക്റ്റ് അവർ ആ ഒരു ടോപ്പിക്കിനെ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഊച്ചാലി റൊമാൻസ്, കോമഡി. ഏട്ടൻ മരിച്ചിട്ട് അത് അന്വേഷിക്കാൻ വരുന്ന ചേച്ചിക്ക് ചിരിയൊക്കെ വരും. ഏട്ടനായിട്ട് ഭയങ്കര സ്നേഹമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതിന്റെ ഇടയിൽ ഈ കൊച്ചിന്റെ ഏട്ടൻ ആണ് മരിച്ചിരിക്കുന്നത്. കാമുകൻ മറ്റേ ഫേസ്ബുക്കും അതേപോലത്തെ ഇൻസ്റ്റഗ്രാമിൽ ലൈവ് ഒക്കെ പോയിട്ട് എന്റെ സുഹൃത്ത് മരിച്ചു കേട്ടോ, നന്നായിട്ട് ആ പെണ്ണ് നിന്നെ ഇട്ടിട്ട് പോയത്, ആ പെണ്ണ് രക്ഷപ്പെട്ടു, അത്രേ എനിക്ക് പറയാനുള്ളൂ. ആൻഡ് ഇതിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു ടാപ്പി പോലത്തെ ഒരു പ്രേതമൊക്കെ വരുന്നുണ്ട്. ആദ്യത്തെ ഒരു സീക്വൻസ് ഉണ്ട്, അർജുൻ റാംപാൽ ഒരു വീട്ടിൽ വെച്ചിട്ട് ഒരു ജംപ് സ്കെയറും പരിപാടിയൊക്കെ, അത് കൊള്ളായിരുന്നു. ആൻഡ് അർജുൻ റാംപാലിന്റെ ആവശ്യം എന്താണ്? സ്പെഷ്യൽ ക്യാമിയോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എഴുതി കാണിക്കുന്നത്. ആ ഒരു ക്യാരക്ടർ ഏത് ചപ്പിനും ചവറിനും ചെയ്യാവുന്നേ ഉള്ളൂ. അർജുൻ റാംപാലിന്റെ ആവശ്യം എന്താ? അത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അയ്യോ തന്നെ തങ്കച്ചി അണ്ണൻ പാസൊക്കെ ഉണ്ട്, ഒഴുകും മലമ്പുഴ ഡാം കണ്ണുകൂടെ. അയ്യാ, സോ ലിറ്ററലി ദിസ് ഇസ് എ വേസ്റ്റ്. ഇതിന്റെ ട്രെയിലറൊക്കെ അത്യാവശ്യം നൈസായിരുന്നു. ഞാൻ ഭയങ്കര കിടുവായിരിക്കുന്ന വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഒറ്റ റീസൺ ദഹാദിന് വിശ്വസിച്ചുകൊണ്ട് മാത്രമാണ്. സോ വലിയൊരു ചവർ തന്നെയാണ് സൊനാക്ഷിയുടെ മറ്റേ എന്താണ് നിക്കിത റോയ്. സോ വേണ്ടവർ കണ്ടു നോക്കാം, ട്രൈ ഇട്ടോ.